കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ക്രിസ്തീയ പ്രാർത്ഥന യേശു തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചതും ഹൃദ്യവും ഏറെ വിഖ്യാതവുമാണ്. ഇതിന്റെ സംസ്കൃത രൂപത്തിലുള്ള ഗാനമാണ് ഇപ്പോൾ 100 വൈദികരും 100 കന്യാസ്ത്രീകളും ചേർന്ന് പാടി ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ സംസ്കൃത പ്രൊഫസറായിരുന്ന PC ദേവസിയുടെ ക്രിസ്തു ഭാഗവതത്തിൽ നിന്നെടുത്ത വരികൾക്ക് പ്രശസ്ത സംഗീതജ്ഞൻ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ CMI ആണ് സംഗീതം നൽകിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് ക്രിസ്തു ഭാഗവതം. ഈ ഗാനമാണ് ഇന്ത്യൻ ഭാഷകളുടെ തായ്വേരായ സംസ്കൃത ഭാഷയിൽ 200ഓളം പേർ ചേർന്ന് ആലപിച്ചത്. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന സംഗീത രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ മനുഷ്യഹൃദയങ്ങളെ അതിന് സ്പർശിക്കുവാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർണാടക സംഗീതത്തിലെ 20ാമത്തെ മേളകർത്തരാഗമായ നട്ട ഭൈരവിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പസാസനീനി ധനീത പാപ പദപമഗാരി പമഗരി സാ. സർവേശ എന്ന പേരിലുള്ള രാജ്യാന്തര സംഗീത ആൽബത്തിലെ സംസ്കൃത ഗാനം ആലപിച്ചത് 100 വൈദികരും 100 കന്യാസ്ത്രീകളും ചേർന്നെന്നതാണ് വലിയ പ്രത്യേകത. കർണാടക സംഗീത അകമ്പടിയോടെ ആൽബത്തിന്റെ റെക്കോർഡിംഗ് എറണാകുളം CACയിലാണ് നടന്നത്. എറണാകുളം എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലാണ് ഇതിന്റെ ദൃശ്യാവിഷ്കാരം ചിത്രീകരിച്ചത്. ഗ്രാമി അവാർഡുകളിൽ മലയാളി സാന്നിധ്യമായ വയലിനിസ്റ്റ് മനോജ് ജോർജാണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത്. റെക്കോർഡിംഗ് എഞ്ചിനീയർമാരായ സജി R നായർ, കൃഷ്ണചന്ദ്രൻ, നിഖിൽ എന്നിവരാണ് ഓഡിയോ റെക്കോർഡിംഗ് നടത്തിയത്. പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 100 ഫീമെയിൽ വോയിസിനെ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ബാച്ച് എന്ന രീതിയിൽ മെയിൽ വോയിസിനെ റെക്കോർഡ് ചെയ്യുക ചെയ്തു. എല്ലാവരും ക്യാപ്ചർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു മൈക്ക് നമ്മൾ സെലക്ട് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മൈക്ക് പ്ലേസ്മെന്റ്സ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. പ്രോപ്പറായിട്ടുള്ള വോയിസ്, നമുക്ക് വേണ്ട വോയിസ് എന്താണോ അത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലേസ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇൻ കേസ് ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേസ്മെന്റുകൾ മൂവ് ചെയ്യാറുണ്ട്. ആക്ച്വലി ബൈബിൾ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. യേശു തന്നെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച ഏക പ്രാർത്ഥന എന്ന നിലയിൽ ക്രൈസ്തവർക്ക് വളരെ ഹൃദയവുമാണ് ഈ പ്രാർത്ഥന. ഭാഗിക റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബാക്കി റെക്കോർഡിംഗ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് സ്റ്റുഡിയോയിൽ ഇന്റർനാഷണൽ മ്യൂസീഷ്യനെ ഉൾപ്പെടുത്തി പശ്ചാത്തല സംഗീതം സംയോജിപ്പിക്കുന്നതോടെ ഗാനത്തിന് കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ കൈവരും.